Trading my sorrow, I'm trading my shame, I'm laying them down for the joy of the Lord. I'm trading my sickness, yeah, and I'm trading my pain, and I'm laying them down for the joy of the Lord. Say, yes, Lord, yes, Lord, yes, yes, Lord, yes, Lord, yes, Lord, yes, yes, Lord, yes, Lord, yes, Lord, yes, yes, Lord, amen, yeah. All my sickness and sorrow at your feet I lay, and I'm trading my sorrows, trading my shame, yeah, and I'm laying them down for the joy of the Lord. And I'm trading my sickness, oh yeah, and I'm laying my pain, I'm laying them down for the joy of the Lord. We say yes, Lord, yes, Lord, yes, yes, Lord, yes, Lord, yes, Lord, yes, yes, Lord, yes, Lord, yes, Lord, yes, yes, Lord, amen. Yes, Lord, say yes, Lord, yes, Lord, yes, yes, Lord, yes, Lord, yes, Lord, yes, yes, Lord, yes, Lord, yes, Lord, yes, yes, Lord, amen. But not crushed, persecuted, not abandoned, struck down but not destroyed. I'm blessed beyond the curse, His promise will endure. Joy's gonna be my strength. Though the sorrow may last for the night, His joy comes in the morning. Yeah, I'm trading my sorrows, trading my shame, I'm laying them down for the joy of the Lord. And I'm trading my sickness, and I'm trading my pain, oh yeah, I'm laying them down for the joy of the Lord. And I say yes, Lord, yes, Lord, yes, yes, Lord, yes, Lord, yes, Lord, yes, yes, Lord, yes, Lord, yes, Lord, yes, yes, Lord, amen. We say yes, Lord, yes, Lord, yes, yes, Lord, yes, Lord, yes, Lord, yes, yes, Lord, yes, Lord, yes, Lord, yes, yes, Lord, amen. Yes,
രാജാധികർത്തനായ ക്രിസ്തുയേശു, സ്വർഗത്തിനും ഭൂമിക്കും സകല അധികാരവുമുള്ള ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എൻ്റെ പ്രഭാതവന്ദനം എല്ലാ ദൈവമക്കളോടും ഞാൻ അറിയിക്കുന്നു. പ്രാരംഭമായി അല്പനേരത്തെ വചനധ്യാനത്തിന് ഒരു വചനഭാഗം വായിക്കുന്നു. 1 സാമുവേലിന്റെ പുസ്തകം 30-ാം അധ്യായം 6-ാമത്തെ വചനമാണ്. ദാവീദ് വലിയ കഷ്ടത്തിലായി. ജനത്തിൽ ഓരോരുത്തൻ്റെ ഹൃദയം താൻ്റെ പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ച് വ്യസനിച്ചിരിച്ചതുകൊണ്ട് അവനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു. ദാവീദോ തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരമപിതാവിൻ്റെയുമേ മഹൽ സാന്നിധ്യത്തിലായി നന്ദിയോടെ സ്തോത്രം. തെറ്റുപറ്റാത്ത നിത്യമായിരിക്കുന്ന ഇരുവായി തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയുള്ള ദൈവവചനത്തിൻ്റെ വാൾ ഞങ്ങളുടെ മുമ്പാകെ തുറന്നിരിക്കുന്നു. വചനത്തിൻ്റെ ശക്തി പരിശുദ്ധാത്മാവൻ ദൈവം തന്നെ ഇന്ന് കേൾക്കുന്ന ഓരോ വ്യക്തികളോട് ആവശ്യങ്ങൾ അറിഞ്ഞ് വിവേചിച്ച് സ്വർഗത്തിലെ അരുളപ്പാട് ഞങ്ങളോട് എല്ലാവരോടും അറിയണമേ. ഞാൻ പ്രാർത്ഥിക്കുന്നു, എൻ്റെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും അങ്ങയ്ക്ക് പ്രസാദകരമായിരിക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആ വചനഭാഗം തുടങ്ങുന്നത് ദാവീദ് കഷ്ടത്തിലായി എന്ന് പറഞ്ഞാണ്. എന്നാൽ അവസാനിക്കുന്നത് ഉത്തേജിപ്പിക്കുന്ന, നമുക്ക് ധൈര്യം പകരുന്ന ഒരു വചനമാണ്. ദാവീദ് തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. എക്ലേഷ്യാസിസ് chapter 7 and 8 says, the end of a thing is better than its beginning. ഒരു കാര്യത്തിൻ്റെ അവസാനം അതിൻ്റെ ആരംഭത്തെക്കാൾ നല്ലത്. അപ്പോൾ ദാവീദ് വലിയ കഷ്ടത്തിലായി. ദാവീദ് പലപ്പോഴും നാം ആ വ്യക്തിയുടെ ജീവിത ചരിത്രം പഠിച്ചാൽ നമുക്കൊരു സമസ്വഭാവം ഉള്ളൊരു വ്യക്തിയായി നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് ദാവീദ് അനേക സങ്കീർത്തനങ്ങൾ രചിച്ചിട്ടുണ്ട്. 6-ാമത്തെ സങ്കീർത്തനം ദാവീദ് രചിച്ചതാണ്. അതിൻ്റെ 6-ാമത്തെ വചനത്തിൽ ദാവീദ് പറയുന്നു, എൻ്റെ ഞെരുക്കം കൊണ്ട് ഞാൻ തകർന്നിരിക്കുന്നു, രാത്രി മുഴുവനും എൻ്റെ കിടക്കയെ ഒഴുക്കുന്നു, കണ്ണുനീർ കൊണ്ട് ഞാൻ എൻ്റെ കട്ടിലിനെ നനയ്ക്കുന്നു. ദാവീദിൻ്റെ പ്രയാസത്തിൽ, ദുഃഖത്തിൽ, നിരാശയിൽ താൻ കരഞ്ഞ് വിലപിച്ച ഒരവസ്ഥയാണ് ദാവീദ് എഴുതി വച്ചിരിക്കുന്ന ആ സങ്കീർത്തനത്തിൽ. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ജീവിതയാത്രയിൽ പ്രയാസം, പ്രതികൂലം, പ്രതിസന്ധി വരുമ്പോൾ പലപ്പോഴും നാം കരഞ്ഞ് വിലപിക്കാറുണ്ട്. ദാവീദിന് ഇതുപോലെ ഒരവസ്ഥയുണ്ടായിരുന്നു. എന്തിന്? 142-ാം സങ്കീർത്തനം അതിൻ്റെ 7-ാമത്തെ വചനത്തിൽ ദാവീദ് ഇങ്ങനെ പറയുന്നുണ്ട്, എഴുതി വച്ചിരിക്കുന്നു. ദാവീദ് സങ്കീർത്തനത്തിൽ 142-ാം സങ്കീർത്തനം 7-ാമത്തെ വചനം, ഞാൻ നിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യേണ്ടതിന് എൻ്റെ പ്രാണനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ. നീ എന്നോട് ഇപ്രകാരം ചെയ്തിരിക്കാൽ നീതിമാന്മാർ എൻ്റെ ചുറ്റും വന്നുകൂടും. ഇത് ദൈവത്തെ മഹത്വീകരിക്കുന്ന ഒരു വചനമാണ് ആ സങ്കീർത്തനത്തിൽ എഴുതിയത്. എന്നാൽ അതിൻ്റെ കുറച്ചു മുമ്പ് 142-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാമത്തെ വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. ദാവീദ് എഴുതിയിരിക്കുന്നത്, വലത്തോട്ട് നോക്കി കാണുവാനില്ല, എന്നെ അറിയുന്നവൻ ആരുമില്ലല്ലോ. ശരണം എനിക്ക് പോയിപ്പോയിരിക്കുന്നു, എൻ്റെ പ്രാണന് വേണ്ടി ആരും കരുതുന്നില്ല. ഒരാൾ പോലും ദാവീദിൻ്റെ കൂടെ ഇല്ലായിരുന്നു. ആ ഒരു സമയമാണ് ദാവീദ് ആ സങ്കീർത്തനം എഴുതിയത്. നമുക്കറിയാം, പല സമയങ്ങളിലും നാം ഏകാന്തരായി, നമുക്ക് ഏകാന്തത അനുഭവിച്ച് എല്ലാവരും നമ്മളെ കൈയൊഴിഞ്ഞ ഒരു സമയം പോലെ നമുക്കുണ്ടാകാറുണ്ട്. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല അവസ്ഥകളും ദാവീദിനുണ്ടായിരുന്നു. അപ്പോൾ ഈ വചനഭാഗം നാം ധ്യാനിക്കുമ്പോൾ ഒന്ന് ഓർത്തോണം, നമുക്ക് ഏലിയാവിനെ പോലെ ഒരു സമസ്വഭാവമുള്ളൊരു പുരുഷനായിരുന്നു ദാവീദ്. എന്നാൽ ഈ ദാവീദിനെ കുറിച്ച് പുതിയ നിയമത്തിൽ അപ്പോസ്തല പ്രവൃത്തി 13:22 ദൈവം തന്നെ സാക്ഷീകരിക്കുന്നു, ദാവീദ് എൻ്റെ ഹൃദയപ്രകാരമുള്ളൊരു മനുഷ്യൻ. അപ്പോൾ നാം ഓർക്കണം, ഈ ദാവീദിൻ്റെ വായിച്ച 1 സാമുവേൽ 30:6 നിന്ന് ചില അത്ഭുത കാര്യങ്ങൾ, ദൈവവചനത്തിൻ്റെ മർമ്മങ്ങൾ നാം ഗ്രഹിച്ച് അതുപോലെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും നമുക്ക് നന്മ വരാൻ കൃപ ദൈവം തരും. ഒന്നാമത് ഞാൻ ചിന്തിക്കുന്നത്, ദാവീദ് എങ്ങനെയാണ് വലിയ കഷ്ടത്തിലായി തീർന്നത്? ഈ വചനം പറയുന്നത് എവിടെ വെച്ചാന്ന് വെച്ചാൽ, he was talking, or this verse in 1 Samuel chapter 30 verse 6, we read in a place where David was, it was called Ziklag. So he was in trouble. താൻ വലിയൊരു പ്രതിസന്ധിയിലായപ്പോൾ 3 സംഗതികൾ ദൈവവചനത്തിൽ ഈ ഭാഗത്തിൽ നിന്ന് ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചു. ഒന്നാമത്തത് ലൊക്കേഷൻ, ആ സ്ഥാനം അല്ലെങ്കിൽ സ്ഥലം, അത് സിഗ്ലാഗ് ആയിരുന്നു. ഈ സിഗ്ലാഗിൽ എങ്ങനെയാണ് എത്തിച്ചേർന്നത് ദാവീദ്?
1 സാമുവേൽ 27-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വചനം വായിച്ചാൽ നമുക്കറിയാം ദാവീദ് ചെയ്തത് എന്താണ്. സിഗ്ലാഗ് എന്ന് പറയുന്നത് ഫിലിസ്തീയ ദേശമാണ്. ഈ ഫിലിസ്തീയർ ഇസ്രായേലിൻ്റെ ജന്മശത്രുക്കളാണ്. എന്നാൽ ശത്രുവിൻ്റെ സ്ഥലത്ത് തന്നെ എങ്ങനെ ദാവീദ് പാർക്കാനിടയായി? 1 സാമുവേൽ 27-ാം അധ്യായം 1-ാം വചനം നാം വായിക്കുന്നു. അനന്തരം ദാവീദ്, ഞാൻ ഒരു ദിവസം ശൗലിൻ്റെ കയ്യാൽ നശിച്ച് പോകുകയുള്ളൂ, ഫിലിസ്തീയരുടെ ദേശത്തിലേക്ക് ഓടിപ്പോകുകയല്ലാതെ എനിക്ക് വേറെ നിവൃത്തിയില്ല. ശൗൽ അപ്പോൾ ഇസ്രായേൽ ദേശമൊക്കെയും എന്നെ അന്വേഷിക്കുന്നത് മതിയാക്കും, ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞു പോകും എന്ന് മനസ്സിൽ നിശ്ചയിച്ചു. ദൈവപൈതലെ, ഒന്നാമത് ഈ ലൊക്കേഷനിലെത്താൻ, ഈ പ്രയാസത്തിൽ, ദുഃഖത്തിൽ, പ്രതിസന്ധിയിൽ ദാവീദ് ആകാനുള്ള കാരണം, താൻ എത്തിയിരിക്കുന്ന സ്ഥലത്ത് എത്താനുള്ള കാരണം, തൻ്റെ നോട്ടം തൻ്റെ ദൈവമായ യഹോവയിൽ നിന്ന് മാറിപ്പോയി. സദൃശവാക്യങ്ങൾ തൻ്റെ മകൻ ശലോമോൻ എഴുതിയാണ്. അതിൻ്റെ 3-ാം അധ്യായം സദൃശവാക്യങ്ങൾ 5 മുതൽ 6 വരെ ഇങ്ങനെ പറയുന്നു. Trust in the Lord with all your heart. Do not lean on your own understanding. In all your ways acknowledge Him and He will direct your paths. He did not trust God. He had a fear that Saul, his enemy, will come and kill him. എന്നാൽ ദാവീദും നമ്മളും ഒന്ന് ഓർക്കണം, നമ്മുടെ ഏത് പ്രതിസന്ധിയിലും നമ്മളെ വിളിച്ച് വേർതിരിച്ച് നിന്റെയും എൻ്റെയും പാപത്തിൻ്റെ പരിഹാരത്തിനായി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് യേശു നിങ്ങളെയും എന്നെയും വിളിച്ചിരിക്കുന്നത് കൊല്ലാനല്ല, മറിച്ച് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വചനത്തിൽ യേശു പറയുന്നു, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്നിരിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്നത് സമൃദ്ധിയായ ജീവൻ നൽകാനാണ്. ടു ഗിവ് യു അബൻഡന്റ് ലൈഫ്. നമ്മളെ നശിപ്പിച്ച് കളയാനല്ല, നാശത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ച് സ്വർഗസ്ഥലത്തിലേക്ക് ഇരുത്താനാണ് കർത്താവ് വന്നിരിക്കുന്നത്. പക്ഷേ ദാവീദ് ചെയ്തതുപോലെ നാം ഭയപ്പെട്ടു പോയാൽ, വിശ്വാസത്തിന് പകരം ഭയം വന്നു പോയാൽ എന്തു പറ്റും? നാം ശത്രുവിൻ്റെ കെണിയിൽ അകപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. കാരണം വിശ്വാസത്തിൻ്റെ മറുഭാഗം അവിശ്വാസമല്ല, ഭയമാണ്. നമുക്ക് വിശ്വാസമുള്ള കാലം വരെ കർത്താവിൽ ഭയമില്ല. എന്തിന്? 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. സോ വെൻ വി ലവ് അവർ ഗോഡ്, അവർ ലോർഡ്, അവർ സേവിയർ വിത്ത് ഓൾ അവർ ഹാർട്ട്, ഡു നോട്ട് വറി, വി വിൽ നോട്ട് ഹാവ് ടു ഫിയർ. God will take care of us. The God Holy Spirit will keep us safe in His faith. അപ്പോൾ ഒന്നാമത് ലൊക്കേഷനാണ് ആ സ്ഥലത്തെത്താനുള്ള കാരണം. ദാവീദ് ഭയപ്പെട്ടു. ദാവീദ് ഭയപ്പെട്ടപ്പോൾ ഓടിയത് ഫിലിസ്തീയരുടെ പാളയത്തിലേക്കാണ്. ഫിലിസ്തീയർ ജന്മശത്രുക്കളാണ്. അവിടെ എത്തിയപ്പോൾ ആക്കീഷ് എന്ന് പറയുന്ന ഒരു രാജാവ്, ഗത്ത് രാജാവ് എന്ത് ചെയ്തു? ഇവിടെ നാം കാണുന്നു, 1 സാമുവേൽ 27-ാം അധ്യായം വായിച്ചാൽ അറിയാം, തനിക്ക് സിഗ്ലാഗ് എന്ന് പറയുന്ന ഒരു ദേശം കൈവശമാക്കി കൊടുത്തു. പക്ഷേ 1 സാമുവേൽ 29-ാം അധ്യായം വന്നപ്പോൾ ഈ ഫിലിസ്തീയർ ഇത് ദാവീദാണ്, ഗോലിയാത്തിനെ കൊന്ന ദാവീദാണെന്ന് മനസ്സിലാക്കി തനിക്കെതിരായി എഴുന്നേറ്റു. ദൈവപൈതലെ, ഒരു സത്യം മനസ്സിലാക്കുക, പിശാചിൻ്റെ തന്ത്രത്തിൽ പെടുമ്പോൾ പിശാച് നമ്മളെ അല്പനേരത്തേക്ക് പ്രലോഭിച്ച് എന്തെങ്കിലും കാര്യത്തിൽ തൻ്റെ ഭാഗത്തേക്ക് ആക്കിയാൽ അത് അല്പകാലത്തേക്ക് ഉള്ളൂ. അത് തീർന്നു പോകുന്ന സമയം വരുന്നുണ്ട്. അതുകൊണ്ട് നാം പിശാചിൻ്റെ കെണിയിൽ പെട്ടുപോകരുത്. ക്രിസ്തു യേശുവിലുള്ള വിശ്വാസത്തിൽ ഉറക്കണം. സോ ഇൻ ദി ട്രബിൾ, ദി ഫസ്റ്റ് തിങ് വി നീഡ് ടു നോ ഇസ് വേർ വാസ് ദി ലൊക്കേഷൻ ഓഫ് ഡേവിഡ്. The location was Ziklag, which was the enemy's territory. Number 2, in Ziklag, what happened was, അവിടെ 1 സാമുവേൽ 30-ാം അധ്യായം 1-ാം വചനം ഞാൻ വായിക്കുന്നു. ദാവീദും അവൻ്റെ ആളുകളും 3-ാം ദിവസം സിഗ്ലാഗിൽ എത്തിയപ്പോൾ അമാലേക്കർ തെക്കേ ദേശം സിഗ്ലാഗ് ആക്രമിച്ച് സിഗ്ലാഗിനെ ജയിച്ച് അതിനെ തീ വച്ച് ചുട്ടുകളഞ്ഞിരുന്നു. അവിടെയുള്ള വലിയവരും ചെറിയവരുമായ സ്ത്രീകളെയും പിടിച്ചുകൊണ്ടുപോയി തങ്ങളുടെ വഴിക്ക് പോയതല്ലാതെ ആരെയും കൊന്നില്ല. ദാവീദും അവൻ്റെ ആളുകളും പട്ടണത്തിലേക്ക് വന്നപ്പോൾ അത് തീ വച്ച് ചുട്ടുകരിച്ച് ഭാര്യമാരെയും പുത്രിമാരെയും അടിമകളായി കൊണ്ടുപോയിരിക്കുന്നതും കണ്ടു. സോ ദേ ടുക്ക് എവ്രി വൺ, എല്ലാവരെയും. കാരണം ഇത് ദാവീദിൻ്റെ കുഴപ്പമായിരുന്നില്ല. ഒരു വിധത്തിൽ ആണ്, കാരണം സിഗ്ലാഗിലേക്ക് ദാവീദ് വരാൻ പാടുള്ളൂ. പക്ഷേ സിഗ്ലാഗിനെ അവർ വന്ന് ചുട്ടുകരിച്ചത് ദാവീദിൻ്റെ ഒരു കാര്യവുമായിരുന്നില്ല, ആ ദുഷ്ട പിശാചിൻ്റെ തന്ത്രമായിരുന്നു. അങ്ങനെ ചെയ്തപ്പോഴാണ് 1 സാമുവേൽ 30-ാം അധ്യായം 4-ാം വചനം ഞാൻ വായിക്കുന്നു. അപ്പോൾ ദാവീദും കൂടെയുള്ള ജനവും കരവാൻ ബലമില്ലാതാകുവോളും ഉറക്കെ കരഞ്ഞു. ഇസ്രായേൽക്കാരെത്തി
അഹ്യനാവും കർമ്മേൽക്കാരൻ നാബേലിൻ്റെ ഭാര്യയായിരുന്ന അബിഗയിലും എന്നീ ദാവീദിൻ്റെ 2 ഭാര്യമാരെയും അവർ പിടിച്ചു പോയിരുന്നു. ദാവീദ് വലിയ കഷ്ടത്തിലായി. ജനത്തിൽ ഓരോരുത്തൻ്റെ ഹൃദയം താൻ്റെ പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ച് വ്യസനിച്ചിരിക്കുക കൊണ്ട് അവനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു. കൂടെയുള്ള ജനം മുഴുവൻ ഇപ്പോൾ ദാവീദിനെതിരായി. ദൈവ പൈതലെ, ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന ആരുടെയും ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രയാസം വന്നിട്ടുണ്ടെങ്കിൽ ഓർത്തോ, ഇത് നമ്മുടെ അടിപ്പെടുത്തി കളയാനുള്ള സാഹചര്യമല്ല, നമ്മളെ ദൈവം വിശ്വാസത്തിൽ പണിയാനാണ്. എന്താ കാരണം എന്നറിയാമോ? പുതിയ നിയമത്തിൽ നിന്ന് ഒരു സംഗതി ഞാൻ പറയാം. 24-ാം അധ്യായം ലൂക്കോസിന്റെ സുവിശേഷം 27-ാം വചനത്തിൽ എമോസിലേക്ക് പോകുന്ന 2 ശിഷ്യന്മാരെ യേശു മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു കണ്ടുമുട്ടിയപ്പോൾ 27-ാം വചനം 24-ാം അധ്യായം ലൂക്കോസിന്റെ സുവിശേഷം മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരെയും കുറിച്ച് അവിടെ തെളിയിച്ച് വിവരിച്ചു കൊടുത്തു. തന്നെക്കുറിച്ചാണ് എല്ലാവരും പറയുന്നതെന്ന്. അതിനാണ് 1 സാമുവേലിന്റെ പുസ്തകത്തിൽ സാമുവേൽ പ്രവാചകനാണ് എഴുതിയത്. ഈ സാമുവേൽ പ്രവാചകനെക്കുറിച്ചും ഈ യേശു ദാവീദിന്റെ ജീവിതത്തെ രചിച്ച് കാണിച്ചു കൊടുത്തിരിക്കണം. കാരണം യേശു ഇവിടെ ഈ ഭാഗത്ത് എങ്ങനെ കാണിച്ചു കൊടുത്തിരിക്കണം? എല്ലാവരും ദാവീദിനെതിരായപ്പോഴും 1 സാമുവേൽ 30:6 നാം വായിക്കുന്നു, ദാവീദോ തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. അതെങ്ങനെ ധൈര്യപ്പെടാൻ പറ്റി? കാരണം എല്ലാവരും തന്നെ ഒഴിഞ്ഞു പോയപ്പോഴും ഒരു ശക്തി, ഒരാൾ തൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആരാണ്? സർവശക്തനായ ദൈവം. എബ്രായർക്കെഴുതിയ ലേഖനം 13:5 നാം വായിക്കുന്നു, ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു നാളും ഞാൻ നിന്നെ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഇത് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഒറ്റ സ്ട്രെയിൻ ഓഫ് ത്രെഡായിട്ട് അവിടെ യേശു പറയുന്നുണ്ട് ദൈവവചനത്തിൽ, ഞാൻ ഒരു നാളും നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുമില്ല. എല്ലാവരും കൈയൊഴിഞ്ഞു പോയാലും ഭയപ്പെടല്ലേ, യേശു നമ്മളെ കൈയൊഴിഞ്ഞു പോകുകയില്ല. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, യേശുവിനെ ഇമ്മാനുവൽ എന്ന് പേര് വിളിക്കുവാൻ, ഒരു മനുഷ്യനല്ല, ദൈവം നമ്മോട് കൂടെ. 28-ാം അധ്യായം മത്തായി സുവിശേഷം അവസാനിക്കുമ്പോൾ യേശു പറയുന്നു, സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ശിഷ്യന്മാരോട് ഇന്ന് നമ്മളോട് പറയുന്നു, ഞാൻ ലോകാന്ത്യത്തോളം നിങ്ങളോട് കൂടെയുണ്ട്. അപ്പോൾ അണ്ടർസ്റ്റാൻഡ്, ഡേവിഡ് വാസ് സ്ട്രെങ്തൻഡ് in his God because God did not leave him. Let everyone leave us. There is one great force. There is one great person, our Lord Jesus Christ, who will be with us everywhere all the time that we are going. അപ്പോൾ 1 ലൊക്കേഷൻ, 2 ലോൺലിനെസ് ഓഫ് ഡേവിഡ്, 3 he was crying. ദാവീദ് മാത്രമല്ല, തൻ്റെ കൂടെയുള്ളവരും കരഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ 4-ാമത്തെ വചനം വായിച്ചത്, അപ്പോൾ ദാവീദും കൂടെയുള്ള ജനവും കരവാൻ ബലമില്ലാത്തവോളം ഉറക്കെ കരഞ്ഞു. So they were crying. Why they were crying? They lost everything. David has lost his wife, his children, his assets, everything has gone. But when he was crying, he still encouraged himself in the Lord. How could he do that? He could do that because the eternal God, Jesus Christ, was with David. നമ്മൾ വിലപിക്കുമ്പോൾ ആരും നമ്മളോടുകൂടെ വിലപിക്കാനില്ലെങ്കിലും ഓർത്തോള, നമ്മളോടുകൂടെ വിലപിക്കുന്ന ഒരു കർത്താവ്, യേശു കർത്താവുണ്ട്. അതുകൊണ്ടാണ് എബ്രായർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വചനത്തിൽ, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകൾ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ലോ, പാപം ഒഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രയും നമുക്കുള്ളത്. അപ്പോൾ നമ്മുടെ പരീക്ഷകളുടെ ഘട്ടത്തിൽ നാം പ്രയാസപ്പെട്ട് ദുഃഖിച്ച് കരഞ്ഞ് വിലപിക്കുമ്പോൾ നമ്മോടുകൂടെ കരയാൻ യേശു കർത്താവുണ്ട്. ഇത് യേശു കർത്താവ് ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചപ്പോൾ കാണിച്ചൊരു സത്യമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 35-ാം വചനം, തിയോളജിയൻസ് സേ ദാറ്റ് ഈസ് ദി ഷോർട്ടസ്റ്റ് വേഴ്സ് ഇൻ ദി ബൈബിൾ. അത് പറയുന്നത് ജീസസ് വെപ്റ്റ്. തൻ്റെ പ്രിയനായ ലാസർ കല്ലറക്കൽ പെട്ട് കഴിഞ്ഞപ്പോൾ, മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ, ആ കല്ലറയുടെ മുമ്പിൽ നിന്ന് യേശു കരഞ്ഞു. അപ്പോൾ നമ്മോടുകൂടെ, ദാവീദിന്റെ കൂടെ കരയാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന് വിചാരിക്കല്ലേ, തൻ്റെ കൂടെ കരയാൻ ദൈവമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദാവീദ് യഹോവയിൽ ധൈര്യപ്പെട്ട് വലിയ കഷ്ടപ്പാടിൽ. അപ്പോൾ in this trouble, remember, there is a location. We have to examine ourselves every day. Are we in the location that God wants us to be? If we are entrapped or ensnared by the devil, നമ്മളെ പിശാച് കെണിയിൽ അകപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഓർത്തോളാം, പ്രാർത്ഥിച്ചോളാം, ദൈവമേ ഈ കെണിയിൽ നിന്ന് തന്നെ വിടുവിക്കണമേ. 91-ാം സങ്കീർത്തനം നമുക്കറിയാം,
വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും അവൻ നിന്നെ വിടുവിക്കും. എന്നിട്ട് കർത്താവിനോട് പറ, കർത്താവെ അനുദപിച്ച് പ്രാർത്ഥ. 51-ാം സങ്കീർത്തനത്തിൽ ദാവീദ് അവൻ അനുദപിച്ച് പറഞ്ഞല്ലോ. ഇങ്ങനെയാ പറഞ്ഞത്, ദൈവമേ നിന്റെ കൃപയുടെ ബഹുത്വപ്രകാരം എൻ്റെ പ്രാണനെ വീണ്ടെടുക്കണമേ, എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ. Let us also repent in case we have changed the location from God's presence anywhere else. Number 2, David got encouraged because God was with David. Even now, today, every day, our Lord Jesus Christ is with us. Third, he cried. There is a God who knows our weaknesses, who knows our lamentations, and who cries with us. That is Jesus Christ. അപ്പോൾ ഒന്നാമത് ട്രബിളായ ദാവീദിൻ്റെ 3 ഘട്ടങ്ങളെക്കുറിച്ച് നാം ചിന്തിച്ചു. ഒന്നുകൂടി ഞാൻ പറയാണ്. അതിൽ ട്രബിൾ ആയപ്പോൾ ലൊക്കേഷൻ എവിടെയായിരുന്നു? 2, ലോൺലിനെസ് അനുഭവിച്ചു, പക്ഷേ അവിടെയും ദൈവം ധൈര്യപ്പെടുത്തി. 3, കരഞ്ഞു, അവിടെയും ദൈവം ധൈര്യപ്പെടുത്തി. ദാവീദ് യഹോവയിൽ ധൈര്യപ്പെട്ടു. ഇനി അടുത്തൊരു സംഗതി ഞാൻ കാണിക്കാം. ഈ ദാവീദ് കരഞ്ഞ് വിലപിച്ച് ഏകനായി തീർന്ന് എല്ലാവരും കല്ലെറിയണം എന്ന് പറഞ്ഞ ദാവീദ് എങ്ങനെ യഹോവയിൽ ധൈര്യപ്പെടുവാൻ കാര്യമായി? ഒറ്റ കാര്യമേ ഉള്ളൂ. ഇത് വളരെ ദിനം പ്രതി നിമിഷം തോറും നമുക്ക് വേണ്ടൊരു ചിന്തയാണ്. 45-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വചനം ദാവീദ് എഴുതിയതാണ്. അതിലൂടെ നമുക്ക് ഒരു സംഗതി, ദാവീദ് എങ്ങനെ തൻ്റെ കഷ്ടപ്പാടിൽ, തൻ്റെ പ്രയാസത്തിൽ, പ്രതിസന്ധിയിൽ യഹോവയിൽ ധൈര്യപ്പെട്ടു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അവിടെ വായിക്കുന്നു 45-ാം സങ്കീർത്തനം 1-ാം വചനം, എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു, എൻ്റെ നാവ് സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുകോലാകുന്നു. വൈ കുഡ് ഹി സേ ദാറ്റ്? മൈ ഹാർട്ട് ഇൻഡൈക്സ് എ ഗുഡ് തിങ്. എങ്ങനെയാണത് വരാൻ കാരണം? ഇത്രയേ ഉള്ളൂ. ദോ ഹി സംടൈംസ് ഫെൽ അവേ ഫ്രം ഗോഡ്, മോസ്റ്റ് ഓഫ് ദി ടൈം, ഐ ഷുഡ് സേ മെനി ഓഫ് ദി ടൈം, David was in the thought of God, his Savior, who had anointed him and who had called him to be the king of Israel. എന്ന് പറഞ്ഞാൽ, ലളിതമായി പറഞ്ഞാൽ, നമ്മൾ ഏത് നേരവും നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മനസ്സിൽ ദൈവചിന്ത കൊണ്ട് നടക്കുമെങ്കിൽ, ദൈവത്തിൻ്റെ വചനത്തെ ധ്യാനിക്കുമെങ്കിൽ, എത്ര പ്രയാസത്തിലും പ്രതിസന്ധിയിലും ആയാലും നമുക്ക് ശക്തി ലഭിക്കുവാൻ കാര്യമാകും. പുതിയ നിയമത്തിൽ വരുമ്പോൾ ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6-ാം വചനം പറയുന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാത്തിലും പ്രാർത്ഥനയിലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കത്തിന് വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ നിലവുകളെയും ക്രിസ്തു യേശുവിൽ കാക്കും. എന്നിട്ട് 8-ാമത്തെ വചനം ഞാൻ വായിക്കുകയാണ്. ഫിലിപ്പിയ ലേഖനം 4:8. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയ്ക്കോ ആയതൊക്കെയും ചിന്തിച്ചുകൊള്ളുവിൻ. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നാം എന്താണ് ചിന്തിക്കേണ്ടത്, ധ്യാനിക്കേണ്ടത്. ദൈവപൈതലേ, നിങ്ങളും ഞാനും ഒരു തുണി എടുത്താൽ ആ തുണി വെറുതെ പിഴിഞ്ഞാൽ ഒന്നും വരില്ല. എന്നാൽ വെള്ളത്തിലിട്ട് മുക്കി അത് പിഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള വെള്ളം അതിൽ നിന്ന് പുറത്തു വരും. അല്ലെങ്കിൽ ഒരു പാലുള്ള ഗ്ലാസ്സിൽ ഒരു തുണിയിട്ട് അത് പിഴിഞ്ഞാൽ പാല് പുറത്തോട്ട് വരും. കാരണം ആ പാലും വെള്ളവുമാണ് അതിൻ്റെ അകത്തോട്ട് കീറിയിരിക്കുന്നത്. ഇതുപോലെ നമ്മളെ ദുഷ്ടപിശാച് ഞെരുക്കുമ്പോൾ, പിഴിയുമ്പോൾ, നമ്മുടെ അകത്ത് ദൈവവചനമാണ് ഹൃദയത്തിൽ സംഗ്രഹിച്ചിട്ടുള്ളെങ്കിൽ നമ്മുടെ വായിൽ നിന്ന് ദൈവവചനം പുറത്തോട്ട് വന്ന് നമുക്ക് ശക്തിയും ബലവും, ഇരുവായ് തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയുള്ള ദൈവവചനത്തിൻ്റെ വാളിനാൽ നമ്മുടെ ശത്രുവിനെ നിഗ്രഹിക്കാൻ കൃപ നമുക്ക് ലഭിക്കും. സോ ഡേവിഡ് was always in the thought of his God. അതുകൊണ്ടാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞത്, അപ്പോസ്തല പ്രവൃത്തി 13:22 നാം കാണുന്നു, ദൈവം സാക്ഷിയിരിക്കുന്നു, ഇവൻ എൻ്റെ ഹൃദയപ്രകാരമുള്ള പുരുഷൻ. എന്താ കാര്യം? എല്ലായിടത്തും ഇടയനായി എവിടെയെല്ലാം പോകുമോ, അതോ എത്ര സങ്കീർത്തനങ്ങളാണ് ദൈവത്തെ മഹത്വീകരിച്ച് എഴുതിയിരിക്കുന്നത്. 34-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാമത്തെ വചനം ഇന്നും നമുക്ക് ബലവും ധൈര്യവും തരുന്നതാണ്. അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ദിസ് വാസ് റിട്ടൺ ബൈ ഡേവിഡ് വെൻ ആൻഡ് വേർ ഇൻ ഹിസ് ട്രബിൾസ്, ഇൻ ഹിസ് പ്രോബ്ലംസ്, ഇൻ ഓൾ ഹിസ് ട്രയൽസ്. ഇതുപോലെ എപ്പോഴും നാം ദൈവധ്യാനത്തിലാണെങ്കിൽ, ദൈവവചനത്തിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ തക്ക സമയത്ത് നമുക്ക് ബലവും ശക്തിയും നൽകുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ പകരുവാൻ കാര്യമാകും. അപ്പോൾ ഡേവിഡ് ദോ വാസ് ട്രബിൾഡ്,
he got strengthened in his God. How and why? Because his thought was always upon God. അതുകൊണ്ടാണ് യെശയ്യാവിന്റെ പുസ്തകം 40:31 നാം വായിക്കുന്നത്, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അല്ലാതെ ഈ ലോകത്തിലെ അനുഗ്രഹങ്ങളെ കാത്തിരിക്കുന്നവരല്ല, ഈ ലോകത്തിൽ വല്ലതും നേടാൻ കാത്തിരിക്കുന്നവരല്ല. പക്ഷേ ദൈവമായ യഹോവയായ ദൈവത്തെ, പിതാവായ ദൈവത്തെ കാത്തിരിക്കുന്നവർ, യേശുവിനെ കാത്തിരിക്കുന്നവർ, പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. So we need to always be in the waiting mood for God's grace and His mercies and peace. അത് നാം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പ്രയാസത്തിൻ്റെ, പ്രതികൂലത്തിൻ്റെ, കാരണം ഈ കോവിഡ് വന്ന് എല്ലാവരുടെയും ജീവിതം താറുമാറാക്കിയിരിക്കുകയാണ്. പക്ഷേ എല്ലാം മാറിയെങ്കിലും മാറാത്ത കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഞാൻ ആരംഭത്തിൽ പറഞ്ഞ പോലെ ദാവീദിൻ്റെ പ്രയാസത്തിൻ്റെ, പ്രതികൂലത്തിൻ്റെ നടുവിൽ ദാവീദിന് ബലവും ശക്തിയും നൽകാൻ എല്ലാവരും മാറിപ്പോയപ്പോൾ ദൈവമുണ്ടായിരുന്നു. താൻ കരഞ്ഞപ്പോൾ തന്നെ ആശ്വസിപ്പിക്കാൻ ദൈവമുണ്ടായിരുന്നു. ലൊക്കേഷൻ സിഗ്ലാഗ്, താൻ പാടില്ലാത്ത സ്ഥലത്ത് എത്തിയെങ്കിലും അവിടെയും ദൈവകൃപയാൽ അവൻ്റെ കൂടെ ദൈവമുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് ബലം തരണം. പക്ഷേ നമ്മൾ രണ്ടാമത് ചെയ്യേണ്ടത് ദാവീദ് ചെയ്തതുപോലെ ബലം പ്രാപിക്കണമെങ്കിൽ നാം ദൈവത്തിൽ ഏകാഗ്രചിത്തരായിരിക്കണം. കഴിഞ്ഞില്ല. ദാവീദിന് എല്ലാം നഷ്ടപ്പെട്ടു. ഞാൻ നേരത്തെ വായിച്ചല്ലോ, 1 സാമുവേൽ 30:1 മുതൽ 5 വരെയുള്ള വചന എല്ലാം ചുട്ടുകരിച്ച, ഭാര്യമാരെ കൊണ്ടുപോയി, മക്കളെ കൊണ്ടുപോയി, സമ്പത്ത് നഷ്ടമായി, എല്ലാം പോയി. പക്ഷേ 1 സാമുവേൽ 30:7 വചനം ഞാൻ വായിക്കുമ്പോൾ ശ്രദ്ധിച്ചോളാം. ദാവീദ് അഹിമേലെക്കിന്റെ മകനായ അബ്യാഥാർ പുരോഹിതനോട് ഏഫോദ് ഇവിടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അബ്യാഥാർ ഏഫോദ് ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവന്നു. എന്നാറെ ദാവീദ് യഹോവയോട്, ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണമോ, അവരെ എത്തിപ്പിടിക്കുമോ എന്ന് ചോദിച്ചു. പിന്തുടരുക, നീ അവരെ നിശ്ചയമായി എത്തിപ്പിടിക്കും, സകലവും വീണ്ടുകൊള്ളും എന്ന് അരുളപ്പാടുമുണ്ടായി. അപ്പൊ ദാവീദ് ഈ കഷ്ടപ്പാടിൽ ദൈവത്തോട് ഒരു അരുളപ്പാട് ചോദിച്ചു. ഹി ഗോട്ട് റിട്രീവ്ഡ് എവറിത്തിങ് ബാക്ക്. എങ്ങനെ? കാരണം എന്താ? താൻ ദൈവത്തോട് അനുദപിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവപൈതലേ, ദിസ് ഇസ് ദി തേർഡ് തിങ്. ഫസ്റ്റ് ഇസ് ഡേവിഡ് ഗോട്ട് ഇൻ ടു ട്രബിൾ. നമ്പർ 2, ഡേവിഡ് വാസ് ഓൾവേസ് ഇൻ ദി തോട്ട് ഓഫ് ഹിസ് ഗോഡ്. നമ്പർ 3, ഗോഡ് റീസ്റ്റോർഡ് എവറിത്തിങ്. സെഖറിയാവിന്റെ പുസ്തകം 9:12 പറയുന്നു, റിട്ടേൺ ടു യുവർ സ്ട്രോങ് ഹോൾഡ്, യു പ്രിസണേഴ്സ് ഓഫ് ഹോപ്പ്, ഐ വിൽ റീസ്റ്റോർ എവറിത്തിങ് ബാക്ക് ടു യു. ദാവീദിന് സകലതും മടക്കി കൊടുത്ത ദൈവം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അനുദപിച്ച് എന്തെങ്കിലും തെറ്റോ ദൈവത്തിന് അരുതാത്ത നാം ചെയ്തിട്ടുണ്ടെങ്കിൽ, അനുദപിച്ച ഇല്ലെങ്കിൽ പ്രാർത്ഥനയിൽ ജാഗരിച്ചുകൊണ്ട്, അനുദപിക്കേണ്ട കാര്യമില്ലല്ലോ നാം തെറ്റ് ചെയ്തില്ലെങ്കിൽ, പക്ഷേ താഴ്മയോടുകൂടി ദൈവസന്നിധിയിൽ വന്ന് ദൈവത്തോട് അപേക്ഷിക്കുക. ദൈവമേ, എൻ്റെ നഷ്ടം അങ്ങ് കാണുന്നു. യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു, വെട്ടിക്കളി നശിപ്പിച്ചതൊക്കെയും ഞാൻ നിങ്ങൾക്ക് ഇരട്ടി പങ്കായി തരും. യോബിനോട് ചോദിച്ചു നോക്കിയേ, യോബ് പ്രയാസത്തിൽ, ദുഃഖത്തിൽ, നിരാശയിൽ, ശാരീരികമായ അവസ്ഥയിൽ പെട്ടുകഴിഞ്ഞപ്പോൾ യോബ് പറയുന്നു, 23-ാം അധ്യായം യോബിന്റെ പുസ്തകം 10-ാം വചനത്തിൽ, ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു, എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. എന്നാൽ 42-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തിൽ വരുമ്പോൾ യോബ് പറയുന്നു, നിഷ്കളങ്കൻ, നീതിമാൻ, ഭയഭക്തി ഉള്ളവൻ എന്ന് ദൈവം സർട്ടിഫൈ ചെയ്ത യോബ് പറയുകയാണ്, ദൈവമേ, ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോൾ ഇതാ ഞാൻ എൻ്റെ കണ്ണാൽ ഞാൻ നിന്നെ കാണുന്നു. ആകയാൽ ഞാൻ അനുദപിച്ച് വിലപിച്ച് ചാരത്തിൽ എന്നെ തന്നെ താഴ്ത്തുന്നു. നിഷ്കളങ്കൻ, നീതിമാൻ, ഭയഭക്തിയുള്ള യോബ് തൻ്റെ പോരായ്മ, കുറവുകൾ, അവിശ്വാസം ഒന്ന് ഓർത്തു കഴിഞ്ഞപ്പോൾ തൻ്റെ മ്ലേച്ഛത അല്ലെങ്കിൽ തൻ്റെ അവിശ്വാസത്തിൻ്റെ കോട്ടം എത്രയെന്ന് അറിഞ്ഞ് അനുദപിക്കുന്നു. ദൈവവൈദ്യരെ അനുദപിച്ചു കഴിഞ്ഞപ്പോൾ തനിക്ക് നഷ്ടപ്പെട്ടതൊക്കെയും ഇരട്ടി പങ്കായി ദൈവം തിരിച്ചു കൊടുത്തു. ഇന്നും നമുക്ക് പഠിക്കാനുള്ള വിശ്വാസത്തിൻ്റെ പാഠം അതാണ്. God is not a God who takes away things from us, but our God Jesus Christ is a God who restores everything back to us. വിശ്വാസം പോയിട്ടുണ്ടോ? പ്രാർത്ഥിക്കുക, കർത്താവ് വിശ്വാസത്തെ നമുക്ക് തിരിച്ചു തരും. പ്രാർത്ഥിക്കുക. സന്തോഷം പോയിട്ടുണ്ടോ? യഹോവയുടെ സന്തോഷം നമ്മുടെ ബലമാകുന്നു. സന്തോഷം പോയിട്ടുണ്ടെങ്കിൽ അനുദപിച്ച് പ്രാർത്ഥിക്കുക. ഇരട്ടി പങ്കായി കർത്താവ് നമുക്ക് മടക്കി തരാൻ, പരിശുദ്ധാത്മാവിന് സന്തോഷം തരാൻ അവൻ ശക്തനും പ്രാപ്തനുമാണ്. അപ്പോൾ 3 സംഗതികൾ ഓർത്തോളാം. ഡേവിഡ് വാസ് ഇൻ ട്രബിൾ, ബട്ട് ഗോഡ് ഡിഡ് നോട്ട്
leave him in his trouble, even in his loneliness, even in his wrong location, even in his lamentation. God was with him. Number 2, David always thought about God. Let us come back to that place where we always think about our God. We meditate upon the word of God. We meditate upon our Lord and Savior Jesus Christ. Number 3, remember, കാരണം ഞാൻ വായിച്ചു നിർത്തുകയാണ്. 1 സാമുവേൽ 30-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വചനം. 1 സാമുവേൽ 30:18. അമാലേക്കർ അപഹരിച്ച് കൊണ്ടുപോയിരുന്നതൊക്കെയും ദാവീദ് വീണ്ടുകൊണ്ടു, തൻ്റെ 2 ഭാര്യമാരെയും ദാവീദ് ഉദ്ധരിച്ചു. സോ റിമെമ്പർ, ദ ഗോഡ് of our salvation is the God of our restoration. നമ്മളെ വീണ്ടെടുത്ത ദൈവം നമ്മളെ യഥാസ്ഥാനപ്പെടുത്തി മടക്കി തരുന്ന ദൈവമാണ്. ഈ ചിന്ത ഇന്നും എന്നും നമ്മളോട് കൂടി ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ദൈവത്തോട് പറ്റിച്ചേർന്നിരുന്ന് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ ശരണപ്പെട്ട് ദിനം പ്രതി കർത്താവിൽ വളർന്നു വരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരമപിതാവിൻ്റെയും മഹൽ സാന്നിധ്യത്തിനായി നന്ദിയോടെ സ്തോത്രം. തെറ്റുപറ്റാതെ നിത്യമായിരിക്കുന്ന അങ്ങയുടെ മാറ്റമില്ലാത്ത ദൈവവചനത്തിന് മുമ്പാകെ ഞങ്ങൾ ആയിരിക്കുന്നു കർത്താവെ. ആ വചനത്തിൻ്റെ ശക്തി, കൃപ, സമാധാനം, സന്തോഷം, വിടുതലും ഇന്നും ഞങ്ങളെ കേൾക്കുന്ന എല്ലാവരെയും, ഞങ്ങൾക്കും എല്ലാവരുമേൽ അങ്ങയുടെ കൃപ അധികമായി വചനത്തിൻ്റെ ശക്തി പകരണമേ. ആ വചനപ്രകാരം അനുസരിച്ച് ജീവിപ്പാൻ ഞങ്ങളെ അങ്ങ് ബലപ്പെടുത്തണമേ. പരിശുദ്ധാത്മാന്തേമേ, ദിനം പ്രതി അങ്ങയിൽ ഞങ്ങൾ വളർന്നു വരുവാൻ കർത്താവെ, അങ്ങയിൽ നിന്ന് അകന്നു പോകാതെ അങ്ങയിൽ ധ്യാനിച്ചുകൊണ്ട് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി വലിയ കൃപ ചെയ്യുമെന്നുള്ള ഉറപ്പിൽ, വിശ്വാസത്തിൽ, ധൈര്യത്തിൽ നിലകൊണ്ട് അങ്ങയിൽ മാത്രം ആശ്രയിച്ച് അങ്ങയെ മഹത്വീകരിച്ച് അങ്ങയെ സാക്ഷികളായി ജീവിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. മാനവും മഹത്വവും പുകഴ്ചയും സ്തുതിയും സ്തോത്രം ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരും രക്ഷകനും ദൈവമായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. എല്ലാവരും അനുഗ്രഹിക്കണമേ. May the name of Lord Jesus Christ be glorified. We give glory, honor, praise to you, Father. In the name of Jesus we pray. Amen.